ിലേക്ക് ഗസയിൽ ഭക്ഷണത്തിനായി കാത്തിരുന്ന പലസ്തീനികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട ഐക്യരാഷ്ട്രസഭ UN ആവശ്യത്തെ എതിർത്ത ഇസ്രയേൽ വിവരങ്ങളുമായി പി ജെയിംസ് തത്സമയം ചേർന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ലോകം നടുങ്ങിപ്പോയ ഒരു സംഭവമാണ് ഇസ്രയേൽ ചെയ്തത്. ഒരുപക്ഷെ നമ്മൾ ഈ പട്ടിണി കിടക്കുന്ന മനുഷ്യർ നമ്മുടെ മുമ്പിൽ കൈനീട്ടുമ്പോൾ നമ്മൾ സഹായം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്നൊരു വാക്യമുണ്ട്. പക്ഷേ ഇസ്രായേൽ എല്ലാം മറന്നിരിക്കുന്നു. കാരണം ഐക്യരാഷ്ട്രസഭയെ ആണ് അവിടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഭക്ഷ്യവസ്തുക്കൾ കൊടുത്തുകൊണ്ടിരുന്നത്. അവരെ കംപ്ലീറ്റ് മാറ്റി നിർത്തി ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിൽ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന കോൺട്രാക്ടർമാരെ വെച്ചാണ് ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചത്. എന്നിട്ട് ഈ പട്ടിണിയിലായ മാസങ്ങളായി അർദ്ധപ്പട്ടിണിയായിട്ട് കിടക്കുന്ന മനുഷ്യരെ വിളിച്ചു വരുത്തി ആയിരക്കണക്കിന് ആൾക്കാർ ക്യൂ നിന്ന് ഫെൻസിൻ്റെ ഇടയിലൂടെ വന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കുമ്പോൾ അവർക്ക് നേരെ വെടിയുതിർക്കുക എന്ന് പറയുന്ന ഇത്രയും വലിയ ക്രൂരത വേറെയില്ല. അപ്പോൾ ഭക്ഷണം കാട്ടി, നമ്മൾ ഈ മത്സ്യത്തെ പിടിക്കാൻ പോകുന്ന പോലെ ഭക്ഷണം കാട്ടി മനുഷ്യരെ ക്ഷണിച്ചു വരുത്തി അവരെ വെടിവെച്ച് കൊല്ലുക. ഔദ്യോഗിക കണക്കനുസരിച്ച് 31 പേരാണ് ഓൺ ദ സ്പോട്ടിൽ. അതിനുശേഷം 200ഓളം പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു വെടിവെപ്പിൽ. അതും ചുറ്റും വളഞ്ഞു നിന്നാണ് വെടിവെച്ചത്. എസ്കേൻ സ്വാഭാവികമായിട്ട് അത് നൽകുന്ന ഒരു ഭീതി എന്ന് പറയുന്നത്, നമ്മൾ 1919 ജാലിയൻ വാലാബാഗിൽ ബ്രിട്ടീഷ് പട്ടാളം നിരപരാധികളായ ഇന്ത്യക്കാർക്ക് നേരെ 4 ഭാഗത്തും വളഞ്ഞു നിന്ന് വെടിവെച്ചിട്ട സംഭവങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ട്. ഇത് പാലസ്തീനായാലും ഇസ്രായേലായാലും ഇത് മനുഷ്യരാണ്, അവരെയാണ് വെടിവെച്ച് കൊല്ലുന്നതെന്ന് ഇസ്രായേൽ ഓർത്തില്ല. എന്തായാലും അതിശക്തമായ ഭാഷയിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇപ്പോൾ കടലാസിൻ്റെ വിലയുള്ളൂ, എന്നാലും ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് രംഗത്ത് വന്നിരിക്കുന്നു. സ്വതന്ത്ര അന്വേഷണം നടത്തണം. കഴിഞ്ഞ 20 മാസമായി യുദ്ധം നടന്നിട്ട് ഐക്യരാഷ്ട്രസഭയ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയും ചർച്ച നടക്കുന്നത് ഖത്തറും ഈജിപ്തും അമേരിക്കയും ഇടപെട്ടാണ്. എസ്കേൻ അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിൽ യുദ്ധം രൂക്ഷമാവുന്ന അവസ്ഥയിലേക്ക് തന്നെ പോകുന്നു. യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണമാണ്. ഇതിനിടയിൽ ഏതാണ്ട് ചില സമയത്ത് ബാലിസ്റ്റിക് മിസൈൽ അയക്കുന്നുണ്ട്. അത് മാത്രമാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നിലനിൽക്കുന്നത്. എന്നാലും ലോക രാജ്യങ്ങൾ മുഴുവൻ ഇതിൽ ഞെടുക്കം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അന്വേഷണം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. എസ്കേ.